ഓം സമസ്തകലലോകായ വിഷ്ണുവേ പ്രഭ വിഷ്ണുവേ വിശ്വായ വിശ്വരൂപായ സ്വപ്നാധിപതയേ നമഃ. അച്ചക്ഷ്വദേവദേവേശ പ്രസുപ്തോസ്മിതവാന്തികം സ്വപ്നേ സർവാണി കാര്യാണി ഹൃദ്യസ്ഥാനിതു യാനി മേ. ഓം ഓം ഹും ഫട്ട് വിഷ്ണുവേ സ്വാഹ. സ്വപ്നമന്ത്രത്തിൻ്റെ ശീലുകൾ അപ്പുകുട്ടൻ ചൊല്ലി. മുന്നിൽ തൊഴുതു നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ നിറുകയിൽ വലതു കൈപ്പടം വെച്ചു. പൊയ്ക്കോളൂ, ഇന്നു മുതൽ ഒരു ദുസ്വപ്നവും നിങ്ങൾ കാണില്ല. സുഖമായി ഉറങ്ങുക. ചെറുപ്പക്കാരൻ വീണ്ടും തൊഴുതു. പോകാൻ നേരം തിടുക്കത്തിൽ നിന്നൊരു കടലാസ് പൊതിയെടുത്ത് അപ്പുക്കുട്ടൻ്റെ മുൻപിൽ വെച്ചു. പ്രതിഫലമാണല്ലേ, പക്ഷേ ഞാൻ നിങ്ങൾക്കൊന്നും ചെയ്തു തന്നില്ലല്ലോ. ആ പൊതി തിരികെ എടുത്തോളൂ. അപ്പുക്കുട്ടൻ ചിരിച്ചു. അത്ഭുതത്തോടെ അയാൾ അപ്പുക്കുട്ടനെ തന്നെ തുറിച്ചു നോക്കി. അപ്പോൾ ഇത് വേണ്ട, പ്രതിഫലമേ വേണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് ഈശ്വരൻ എനിക്ക് പ്രതിഫലം നൽകുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും ഇപ്പോഴെനിക്ക് വേണ്ട. നിങ്ങൾ നല്ല മനസ്സോടെ മടങ്ങുക. സംശയിച്ചു വെച്ച പൊതി തിരിച്ചെടുത്ത് ചെറുപ്പക്കാരൻ നടന്നു. പാവം, അപ്പുക്കുട്ടൻ മന്ത്രിച്ചുപോയി. വനിതയുടെ ബന്ധത്തിൽപ്പെട്ട ആളാണത്രേ. തിരുമേനി പലതവണ തകിടുകൾ ജപിച്ചു കൊടുത്തിട്ടും വിശേഷമില്ലെന്നല്ലേ പറഞ്ഞത്? ദുസ്വപ്നങ്ങൾ കണ്ട് ഉറക്കം വരാതെ കഷ്ടപ്പെടുന്നയാൾക്ക് തകിട്. കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് വനിതയും തിരുമേനി നോക്കാത്തതാണെന്ന് അടുത്തുനിന്ന് ആരോ പറഞ്ഞു. ചെറുപ്പക്കാരൻ നിഷേധിച്ചില്ല. ദിവസങ്ങൾ പെരുമഴ പോലെ പെയ്തു തീരുന്നു. അവൻ നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. നാണുവിൻ്റെ വാർത്തയറിഞ്ഞ് നാടായ നാട് മുഴുവൻ അപ്പുക്കുട്ടനെ കാണാൻ വന്നു. വനിതയും തിരുമേനിയുടെ അടുത്തുനിന്ന് മടങ്ങിയവരും കൂട്ടത്തിലുണ്ടായിരുന്നു. പണം കൊടുത്താലും വനിതയും തിരുമേനിയുടെ പ്രയോഗം ഫലിക്കുന്നില്ലെന്നൊരു വാർത്തയും പ്രചാരത്തിലായി. അപ്പുക്കുട്ടനൊന്ന് തൊട്ടാൽ ഏതു രോഗവും മാറുമെന്ന് നാട്ടിൽ പാട്ടായി. ആ വാർത്ത ആരോ അവനോട് പറയുകയും ചെയ്തു. അപ്പുക്കുട്ടനത് നിഷേധിച്ചു. ഹേയ്, ഒരിക്കലുമില്ല. ഒന്നും എൻ്റെ കഴിവല്ല. ഏകാഗ്രതയോടെ ഒരനുഷ്ഠാനം പോലെ പ്രയത്നിച്ചാൽ ആർക്കും നേടാവുന്നതേ ഞാനും നേടിയിട്ടുള്ളൂ. എല്ലാം ദൈവസങ്കല്പം. ദൈവം നൽകിയത് ഒരിടനിലക്കാരനെ പോലെ ഞാൻ വിതരണം ചെയ്യുന്നതേയുള്ളൂ. ഒരു മനുഷ്യനിൽ കവിഞ്ഞ് എനിക്ക് യാതൊരു അത്ഭുതസിദ്ധികളുമില്ല. അവൻ അങ്ങനെയാണതിന് മറുപടി കൊടുത്തത്. അവൻ്റെ ആ വിനയം ആരിലും മതിപ്പുളവാക്കുക തന്നെ ചെയ്തു. അറിവ് മനുഷ്യനെ അന്ധനാക്കില്ലെന്ന് ആളുകൾ മനസ്സിലാക്കിയത് അപ്പുക്കുട്ടനിലൂടെയാണ്. വേണമെങ്കിൽ നാടടക്കി ഭരിക്കാൻ കെൽപ്പുണ്ട് അവനിന്ന്. പക്ഷേ അപ്പുക്കുട്ടൻ അങ്ങനെയൊരു ഭാവമേയില്ല. ആരിലും ചെറിയവനാണ് താനെന്നവൻ എപ്പോഴും ആവർത്തിച്ചു വിശ്വസിക്കുന്നു. തന്നേക്കാൾ ചെറുതായി ഈ ലോകത്ത് ആരുമില്ലെന്ന്. അത് നല്ല മനസ്സാണ്, നല്ല മനുഷ്യൻ്റെ ലക്ഷണമാണ്. ആ നിലയിൽ ലക്ഷണയുക്തനായ മനുഷ്യനായി അപ്പുക്കുട്ടൻ. ആൽച്ചുവട്ടിൽ എല്ലായ്പ്പോഴും തിരക്കാണ്. ദുർഗാക്ഷേത്ര നടയിൽ ദേവിയുടെ വിനീതദാസനായി, ഉപാസകനായി അപ്പുക്കുട്ടൻ. വന്നുകൂടുന്നവരുടെ മുന്നിൽ അപ്പുക്കുട്ടൻ വിനീതനായി നിന്നു. അവനെ അപ്പുക്കുട്ട എന്ന് പേര് ചൊല്ലി എങ്ങനെ വിളിക്കുമെന്നായിരുന്നു പ്രായമായവരുടെ വിചാരം. തിരക്കൊഴിഞ്ഞൊരു സന്ധ്യയ്ക്ക് അപ്പുക്കുട്ടൻ ആൽത്തറയിൽ നിന്നിറങ്ങി നടന്നു. ആ യാത്രയ്ക്ക് ഒരു ഉദ്ദേശ്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ തൻ്റെ മടക്കയാത്രയുടെ പ്രധാന ഉദ്ദേശ്യം. അവൻ്റെ ഒപ്പം ചെല്ലാൻ പലരും താൽപ്പര്യം പ്രകടിപ്പിച്ചതാണ്. അവൻ പക്ഷേ സ്നേഹത്തോടെ അത് നിരസിച്ചു. അന്തിവയിൽ സുവർണധൂളികൾ കോരിച്ചൊരിഞ്ഞ വയൽ സാമ്രാജ്യത്തിലൂടെ അപ്പുക്കുട്ടൻ ഒറ്റയ്ക്ക് നടന്നു. ഒരിക്കൽ എല്ലാവരുടെയും ഭീതിയുടെ ഉറവിടമായിരുന്ന ചാത്തൻകാടിന് പിന്നിലൂടെ. ആ ചാത്തൻകാടിന് ഇന്ന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ചാത്തൻകാടിനെ വലം വച്ചു വരുന്ന കാറ്റിൻ്റെ ഹൃദയത്തുടിപ്പിൽ ഒരു തേങ്ങലിൻ്റെ മർമ്മരമില്ലേ? തൻ്റെ ചേച്ചിയുടെ നിലവിളിയുടെ മാറ്റൊലി. ഒരു നിമിഷം ആ കാടിനു മുന്നിൽ അവൻ്റെ പാദങ്ങൾ നിശ്ചലമായി. ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ വീണ്ടും നടന്നു. അവൻ്റെ യാത്ര ചെന്നവസാനിച്ചത് ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരു മൺകൂനയ്ക്ക് മുന്നിലായിരുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം അത്തരമൊരു മൺതറ ഉണ്ടെന്ന് മനസ്സിലാകും. ചുറ്റും
കാട്ടുചെടികൾ വളർന്നു മുറ്റി ചെറിയൊരു ചാത്തൻകാട് പോലെ കിടക്കുകയാണ് ആ തറ. 10 വർഷം മുൻപ് കോരിച്ചൊരിയുന്ന മഴയിലേക്ക് താൻ ഇറങ്ങിയോടിയത് ഇതേ തറയിൽ നിന്നാണ്. ആ വേലിക്കെട്ടിൽ നിൽക്കുമ്പോൾ അപ്പുക്കുട്ടൻ പഴയ 12 വയസ്സുകാരനായി. അവൻ്റെ മിഴിക്കോണുകളിൽ 2 കണ്ണുനീർ മുത്തുകൾ നിലത്തു വീണു ചിതറാൻ തക്കം പാർത്തിരുന്നു. അവൻ്റെ ചുണ്ടുകൾ വിതുമ്പലിൻ്റെ വക്കോളം എത്തിയിരുന്നു. ഇത് തൻ്റെ വീടായിരുന്നു. 12 സംവത്സരങ്ങൾ കഴിഞ്ഞുകൂടിയ വീട്. അച്ഛൻ, അമ്മ, ചേച്ചിമാർ, ചന്ദ്രേട്ടൻ എല്ലാം വൈനതയും തിരുമേനി നശിപ്പിച്ചു. അവൻ്റെ കണ്ണുനീർ മണ്ണിൽ വീണുടഞ്ഞു. അപ്പുക്കുട്ടൻ ആ പുരയിടത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നു. അച്ഛനമ്മമാരും സഹോദരങ്ങളും നിത്യനിദ്ര കൊള്ളുന്ന മണ്ണ്. ആ മൺകൂനകൾക്ക് മുന്നിലെത്തിയപ്പോൾ അപ്പുക്കുട്ടൻ പൊട്ടിക്കരഞ്ഞുപോയി. തറപറ്റിയ മൺകൂനകളിൽ കാട്ടുപുല്ലുകൾ വളർന്നു നിൽക്കുന്നു. തന്നെയൊരു നോക്കൊന്നു കാണാൻ അവരാരും ഇനിയൊന്നും മിഴി തുറക്കില്ലല്ലോ. അവൻ ആ മൺകൂനകൾക്ക് മുന്നിൽ തൊഴുതു നിന്നു. അച്ഛാ, ഞാനിതാ തിരിച്ചു വന്നിരിക്കുന്നു. നമ്മെ നശിപ്പിച്ച വൈനതയും തിരുമേനിയോട് ഞാനൊരു പ്രതികാരവും ചെയ്യില്ല. എനിക്കത്രയും ക്രൂരനാവാൻ വയ്യച്ഛ. ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ എനിക്ക് കഴിയുന്നില്ല. അവൻ ആ മൺകൂനയ്ക്ക് മുന്നിൽ നമസ്കരിച്ചു. കാട്ടുചെടികളിൽ കുളിരും വിതച്ച് ഒരു ചെല്ലക്കാറ്റപ്പോൾ അവനെ തഴുകാൻ വന്നു. അച്ഛൻ്റെ ആത്മാവ് അവനെ അനുഗ്രഹിക്കാൻ വന്നാൽ എന്നോണം. അമ്മയോടും സഹോദരങ്ങളോടും അവൻ മൂകമായി സംസാരിച്ചു. അവരുടെ എല്ലാം ആത്മാവുകൾ തുമ്പികളായും ശലഭങ്ങളായും ആ തൊടികളിൽ അലഞ്ഞു നടക്കുന്നുണ്ടാവണം. അവർ അപ്പുക്കുട്ടനെ തിരിച്ചറിഞ്ഞിരിക്കണം. കുറച്ചു നേരം കൂടി ആ തൊടിയിൽ നിന്നിട്ട് കണ്ണീർ തുടച്ച് അവൻ തിരിഞ്ഞു നടന്നു ആൽത്തറയിലേക്ക്. നാട്ടിൽ നിൽക്കുന്ന കാലമത്രയും അരയാൽ തറ തന്നെ താവളമാക്കാനാണ് അവൻ ആഗ്രഹിച്ചത്. പകലെല്ലാം അവിടെ കഴിച്ചുകൂട്ടാം. ദുർഗാദേവിയുടെ ചൈതന്യമുള്ള അത്രയും നല്ലൊരു അന്തരീക്ഷം ഇലമംഗലത്തില്ല. രാത്രിയിൽ ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ ചെന്ന് അന്തിയുറക്കം. പലരും തങ്ങളോടൊപ്പം പാർക്കാൻ അവനെ ക്ഷണിച്ചതാണ്. ആ ക്ഷണമത്രയും നന്ദിയോടെ അവൻ നിരസിച്ചു. ഏതു ശ്മശാനത്തിൽ അന്തിയുറങ്ങിയാലും തന്നെ ഭയപ്പെടുത്താൻ വൈനതയൻ്റെ ദുർമൂർത്തികൾക്ക് കഴിയില്ല. അല്ലെങ്കിലും വൈനതയൻ തന്നെ ഇനി ഉപദ്രവിക്കുമെന്ന് കരുതാനാവില്ല. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ നിന്നു തന്നെ തന്നെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കും. അപ്പുക്കുട്ടൻ അങ്ങനെ വിശ്വസിച്ചു. പക്ഷേ വൈനതയൻ തിരുമേനി വിശ്വസിച്ചതങ്ങനെയല്ല. വൈനതയൻ തിരുമേനിയെ വല്ലാത്തൊരു അസ്വസ്ഥത പിടികൂടിയിരിക്കുന്നു. അന്ന് പാടത്ത് വെച്ചുണ്ടായ സംഭവത്തിനു ശേഷം ഇല്ലക്കെട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തിരുമേനിക്ക് കഴിഞ്ഞില്ല. നാട്ടുകാരൊത്തിരി താൻ ഓടുന്നത് കണ്ടതാണ്. അവരുടെ മുന്നിൽ തലയുയർത്തി നടക്കാൻ കഴിയുന്നതെങ്ങനെ? ആളുകൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തീർച്ചയായിരിക്കുന്നു. അയ്യപ്പ ഗുരുവിൻ്റെ പക്കൽ നിന്ന് മാന്ത്രിക സിദ്ധികൾ മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവൻ തിരിച്ചു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തനിക്ക് തോൽവി നിശ്ചയമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള യോഗദണ്ഡ് അപ്പുക്കുട്ടൻ്റെ കയ്യിലുണ്ട്. ആ മാന്ത്രികദണ്ഡ് അനന്തരാവകാശികൾക്ക് മാത്രം ലഭിക്കുന്നതാണ്. അപ്പോൾ ഗുരു ഇവനെ മുഴുവൻ മന്ത്രങ്ങളും പഠിപ്പിച്ചുവെന്ന് തീർച്ച. അങ്ങനെയാണെങ്കിൽ ഗുരു സമാധിയടഞ്ഞു കാണണം. പകരം ഇവനെ വനിതയൻ നടുങ്ങി വിറച്ചു. അത്തരമൊരു ഓർമ്മ പോലും തന്നെ ഭയപ്പെടുത്തുന്നതാണ്. അവൻ്റെ ആ ചങ്കൂറ്റം കണ്ടിട്ടും തനിക്കത് നേരത്തെ മനസ്സിലാകാതെ പോയി. ആ ഏറ്റുമുട്ടൽ ഒഴിവാക്കാമായിരുന്നു. അവൻ്റെ ഈ മടങ്ങിവരവ് തന്നോടുള്ള പ്രതികാരത്തിന് തന്നെയായിരിക്കും, അല്ലാതെ വരില്ല. അപ്പുക്കുട്ടൻ വാശിയുള്ള ചെക്കനാണ്. എത്രയോ തവണ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. ഇപ്പോൾ സ്ഥിരമായി പരാജയപ്പെടുത്താൻ മടങ്ങി വന്നിരിക്കുന്നു. അതെ, തൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റാറില്ല. പക്ഷേ തനിക്കത് അംഗീകരിക്കാൻ മനസ്സില്ല. ഏതായാലും എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വൈനതയൻ്റെ ചിന്തകൾ സദാ നേരത്തും അതുതന്നെയായിരുന്നു. ഇതുവരെ ഉണ്ടാകാത്ത ഒരു പരാജയബോധം സദാ മനസ്സിൽ ഉദ്ഭവിച്ചിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഭയന്നിരിക്കാൻ തന്നെ കിട്ടില്ല.
താൻ മാന്ത്രികനാണ്, പാഴൂർ ഇല്ലത്തിലെ മഹാമാന്ത്രികൻ. പാഴൂർ ഇല്ലത്തെ പാരമ്പര്യത്തെ ഇന്നോളം ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു നായരിശക്കൻ വന്നിരിക്കുന്നു. ഥു, വൈനതയോടാണ് അവൻ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. കാട്ടിക്കൊടുക്ക. ഒരു ഗുരുവിൻ്റെയും തന്ത്രങ്ങൾ വൈനതയുടെ മന്ത്രങ്ങളോളം വരില്ല. പകലും രാത്രിയും മിക്കവാറും വൈനതയൻ പൂജാമുറിയിൽ തന്നെയായിരുന്നു. വളരെ നാളുകളായി സജീവമാകാതെ കിടന്ന പൂജാമുറി സമ്പൂർണ്ണ സജീവമാണിപ്പോൾ. ഉപാസനമൂർത്തികളെ പ്രീതിപ്പെടുത്തി അവരാരും പിണങ്ങിയിട്ടില്ലെന്നുറപ്പുവരുത്തി. ഭർത്താവിൻ്റെ മനസ്സ് വായിച്ചാലെന്നോണം നെഞ്ചും തിരുമി നടന്ന വൈനതയൻ്റെ പിന്നിൽ ദേവമ്മ മുരടനക്കി. എന്താണാവോ ഇവിടേക്ക് ഈയിടെ ഒരു വല്ലായ്മ പോലെ? ശബ്ദമടക്കി വളരെ മെല്ലെ അവർ ചോദിച്ചു. ആ, ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ദേവമ്മ ഇതിലിടപെടേണ്ട. വൈനതയൻ നടത്തം നിർത്തി തിരിഞ്ഞു നിന്നു. ഇടപെടാനല്ല, പറഞ്ഞൂന്ന് മാത്രം. ആ അപ്പുക്കുട്ടൻ മടങ്ങി വന്നൂന്ന് കേട്ടു. ഇനിയെങ്കിലും അവൻ അവൻ്റെ പാട്ടിന് ജീവിച്ചോട്ടെ. ഇനിയും മതിയായില്ലേ? അവനെ ഉപദ്രവിക്കരുത്. അതു നാം നോക്കുന്നുണ്ട്. ദേവമ്മയ്ക്ക് അകത്തു പോകാം. ഉത്തരവാണ്, അനുസരിച്ചേ പറ്റൂ. അമ്മ വിഷാദത്തോടെ മടങ്ങുന്നത് കറിക്കരിഞ്ഞുകൊണ്ടിരുന്ന താത്രിക്കുട്ടി കണ്ടു. അവളുടെ ചുടുനെടുവീർപ്പ് മച്ചകത്തിൽ തട്ടി ഇളം കാറ്റിൽ ലയിച്ചു. അനുസരിക്കില്ലാച്ച എന്തു ചെയ്യാനാണ്? ഈയിടെ ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പേക്കിനാവും. എന്തോ ഉണ്ടാവാൻ പോണൂന്ന് മനസ്സു പറയുന്നു. ഗുരുവായൂരപ്പ, നീ തന്നെ തുണ. ദേവമ്മ സ്വയം പറഞ്ഞുകൊണ്ട് മകളെ സഹായിക്കാനിരുന്നു. ഒരു ദിവസം സന്ധ്യയാവുന്ന നേരം വനിതയും തിരുമേനി പൂജാമുറിയിലായിരുന്നു. ഇഷ്ടദേവതാ മന്ത്രങ്ങളിൽ മനസ്സുറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ വഴുതി മാറുകയാണ് മനസ്സ്. വല്ലാത്തൊരസ്വസ്ഥത. നിറയെ എണ്ണയുണ്ടായിരുന്ന ഒരു വിളക്കിലെ തിരി പൊടുന്നനെ കെട്ടു. ആ നേരത്തായിരുന്നു, അതേ നേരത്ത് ഒരു വലിയ ശബ്ദം പൂജാമുറിക്ക് പുറത്തുനിന്ന് ഉയർന്നു. ലോകമപ്പാടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് പോലൊരു ഹുങ്കാരം. ഒപ്പം ആരുടെയോ ദയനീയമായ നിലവിളി. വൈനിതയും തിരുമേനി ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. പൂജാമുറിയുടെ വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയ നിമിഷം അദ്ദേഹത്തിൻ്റെ നടുക്കം പൂർണ്ണമായി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രംഗമാണ് മുന്നിൽ. തിരുമേനി നെഞ്ചിൽ കൈവച്ചുപോയി. പാഴൂർ ഇല്ലത്തിൻ്റെ ഇല്ലക്കെട്ട് ഇടിഞ്ഞു വീണു. ആ കാഴ്ച വൈനിതയിന് സഹിക്കാൻ കഴിഞ്ഞില്ല. എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ള തറവാട്. 5 നൂറ്റാണ്ടുകൂടി ഇതേവിധം പുലർന്നാലും ഒരു കേടുപാടുകളും സംഭവിക്കുകയുമില്ല. അത്രയുറപ്പ്. ഈട്ടിത്തടിയും കരിങ്കല്ലുമാണ് കൂടുതലും. ഫലവത്തായ സുർക്കയും തേച്ചു പിടിപ്പിച്ചിരിക്കുന്നു. വെള്ളവലിയല്ലാതെ ഒരു പുതുക്കലും ഇക്കാലമായിട്ടും ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ കെട്ടാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കുന്നത്. ശാന്തമായ അന്തരീക്ഷമാണ്. കൊടുങ്കാറ്റോ പേമാരിയോ ഇല്ല. ഒരു മഴ പൊടിഞ്ഞിട്ട് തന്നെ ദിവസങ്ങൾ എത്രയായി. ശുഭമായ കാലാവസ്ഥ. വനിതയൻ അങ്ങോട്ട് പാഞ്ഞു ചെന്നു. അവിടെ കണ്ട കാഴ്ച പരമദയനീയം. ഇടിഞ്ഞു പൊളിഞ്ഞു വീണ അവശിഷ്ടങ്ങൾക്കിടയിൽ ദേവമ്മ കുടുങ്ങിയിരിക്കുന്നു. അവരുടെ 2 കാലുകളിലും കരിങ്കല്ലും തടികളും മൂടിയിരിക്കുന്നു. ബോധക്കേടോ മരണതുല്യമോ ആയ അവസ്ഥയിൽ ദേവമ്മ നിശ്ചലം കിടക്കുന്നു. ആരോ ചവിട്ടി മറിച്ചിട്ടതുപോലെയാണ് ഒറ്റ നോട്ടത്തിൽ തോന്നുക. മച്ചിൻ പലകകൾ പിച്ചി ചീന്തിയതുപോലെ കാണപ്പെട്ടു. അസമയത്ത് കയറി വന്ന ദുരന്തം. ഇല്ലത്തിൻ്റെ ഒരു ഭാഗം വീണ ശബ്ദം കേട്ട് അയലത്തുള്ളവരൊക്കെ പാഞ്ഞു വന്നു. ഒരിക്കലും ആ പടി കയറിയിട്ടില്ലാത്തവർ വരെ. അയലത്തുകാരെ തിരിച്ചറിയാത്ത വൈനിതയൻ ആരെയും ശ്രദ്ധിച്ചതേയില്ല. 10-12 പേരുടെ ഒരുമിച്ചുള്ള ശ്രമം വേണ്ടി വന്നു തകർന്നു കിടന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ദേവമ്മയെ പുറത്തെടുക്കാൻ. നേർക്കുനേരെ കണ്ടാൽ അശുദ്ധമാകുന്നവർ ഇല്ലത്തമ്മയുടെ ശരീരം പൊക്കിയെടുക്കുന്നത് തടയാൻ വൈനിതയന് കഴിഞ്ഞില്ല. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തവൻ്റെ വിമ്മിട്ടത്തോടെ വൈനിതയൻ നിന്നു. പുറത്തെടുത്ത അന്തർജനത്തിനെ വൈനിതയൻ ഒന്നേ നോക്കിയുള്ളൂ.
ദേവമ്മയുടെ കാലുകളുടെ ഭാഗത്ത് 2 മാംസകഷ്ണം തൂങ്ങി നിന്നു. ദേവമ്മയെ ഉടനെ അപ്പോ തിക്കിരിയുടെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞവരെ വനിതയൻ തടഞ്ഞു. ഈ ലോകം മുഴുവൻ ചികിത്സിക്കാൻ അറിയാവുന്ന എനിക്ക് ഇതും അറിയാം. ചത്തവനെ ഉയർത്തിയിട്ടുള്ളവനാ ഞാൻ നോക്കിക്കൊള്ളാം. സഹായിക്കാൻ വന്നവരുടെ മുഖമടച്ച് അടി കിട്ടിയതുപോലെയായി ആ വാക്കുകൾ. ആരും ഒരക്ഷരം ഉരിയാടിയില്ല. വന്നതുപോലെ അവർ പടിയിറങ്ങിപ്പോയി. പുറത്തെവിടെയോ പോയിരുന്ന ഉണ്ണി ഓടിക്കിതച്ചെത്തിയത് അപ്പോഴാണ്. അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ അവൻ്റെ ചങ്കു തകർന്നുപോയി. അമ്മയ്ക്ക് പ്രാഥമിക ചികിത്സ നടത്താൻ അവനും തിടുക്കപ്പെട്ടു. ദേവമ്മയുടെ ബോധം തെളിഞ്ഞില്ല. പാഴൂർ ഇല്ലത്തിന് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് ഗ്രാമം അറിഞ്ഞു. പപ്പനാവൻ പിള്ളയുടെ ചായക്കടയിൽ അതേക്കുറിച്ച് പരാമർശമുണ്ടായി. അപ്പോഴും അപ്പുക്കുട്ടൻ ആൽത്തറയിൽ ഉണ്ടായിരുന്നു. അടിയൊന്നുമായില്ല. വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ കൂട്ടരെ. മഹാമാന്ത്രികൻ എന്തുകൊണ്ടാ ആ അപകടം ഒഴിവാക്കാൻ കഴിയാതെ പോയത്? ഇടിഞ്ഞു വീണ നിമിഷം 2 ചെകുത്താന്മാരെ താങ്ങിക്കൊടുക്കാൻ നിയോഗിച്ചാൽ പോരായിരുന്നോ? അവറ്റകൾ എത്ര കാലം വേണേലും താങ്ങിക്കൊണ്ട് നിന്നേനല്ലോ. കാര്യം അതൊന്നുമല്ല. പിന്നെ വനിതയേക്കാളും വലിയ മാന്ത്രികൻ ഇവിടെ ഉള്ളതുകൊണ്ട്. അപ്പുക്കുട്ടൻ ഗ്രാമത്തിലെത്തിയ ദിവസം തുടങ്ങി വനിതയിന് കഷ്ടകാലം. അവനോട് ചെയ്ത തെറ്റിന് വനിതയൻ അനുഭവിക്കാൻ പോണേയുള്ളൂ. ഇനിയും കാത്തിരുന്നോ അടുത്തത് കേൾക്കാൻ? ഹേയ്, അപ്പുക്കുട്ടൻ അങ്ങനെ ചെയ്യില്ല. അവന് വനിതയനോട് വിരോധമേ ഇല്ല എന്നല്ലേ പറഞ്ഞത്? അത് നേരായിരിക്കും. പക്ഷേ അവൻ ഉപാസിക്കുന്ന ദേവതകൾ അയാളെ വെറുതെ വിടുമോ? ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ദേവതകൾ എന്തും ചെയ്യും. അന്ന് വനിതയന്റെ മാന്ത്രികമറുത അവന്റെ മുൻപിൽ കുമ്പിട്ടത് കണ്ടില്ലേ? ചെകുത്താനു പോലും ദൈവത്തോട് ബഹുമാനമാ. ലോകത്താരോടും സ്നേഹവും ബഹുമാനവും ഇല്ലാത്തത് വനിതയനു മാത്രമാ. അത് നേരാ. അയാൾക്ക് അയാളോട് പോലുമില്ല സ്നേഹം. ആ, എന്നാൽ അതിൻ്റെ ഫലമാ ഇത്. ആ ദുരന്തവാർത്തയറിഞ്ഞ് അപ്പുക്കുട്ടൻ ഖേദിച്ചു. സ്നേഹമുള്ള ദേവമ്മയാണ് അതിൽപ്പെട്ടത്. അവർ ഒഴിച്ചു തന്ന എന്തുമാത്രം കഞ്ഞി കുടിച്ചിട്ടുള്ളവനാ താൻ. അവന് തീർച്ചയായും വേദനിച്ചു. അങ്ങോട്ടൊന്ന് ഓടിച്ചെല്ലാൻ കൊതിച്ചു. പക്ഷേ വനിതയൻ അതിന് മറ്റു വ്യാഖ്യാനങ്ങൾ കൊടുക്കുമെന്നറിയാവുന്നതുകൊണ്ട് ആ ആഗ്രഹം മനസ്സിൽ തന്നെ ഒതുക്കി. ഒരു വിധിയാണ്, വിധിയുടെ തിരിച്ചടി. വനിതയന്റെ ഉപാസനാമൂർത്തികൾ തന്നെയാണ് ആ ചതി ചെയ്തതെന്ന് അപ്പുക്കുട്ടൻ കണ്ടുപിടിച്ചു. പുറമേ ഇഷ്ടം ഭാവിക്കുന്നെങ്കിലും അയാളുടെ മൂർത്തികൾ എല്ലാം അയാൾക്കെതിരാണ്. അവർ തക്കം പാർത്തിരിക്കുകയാണ്. പാവം തിരുമേനി. അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല. ഒരു മുന്നറിയിപ്പ് കൊടുക്കാമെന്ന് വെച്ചാൽ അദ്ദേഹം അത് തെറ്റായേ കരുതൂ. താൻ ഈ നാട്ടിലെത്താൻ കാത്തിരുന്നതുപോലുണ്ട്. ആ കുറ്റം മുഴുവൻ വനിതയൻ തൻ്റെ തലയിൽ കെട്ടിവെക്കുമെന്ന് എനിക്കുറപ്പാണ്. ദേവമ്മയെക്കുറിച്ച് ഓർത്തുകൊണ്ട് അപ്പുക്കുട്ടൻ വെറുതെ ഇറങ്ങി നടന്നു. വയൽവരമ്പിലൂടെ ഓരോന്നാലോചിച്ചുകൊണ്ട് നടക്കുമ്പോഴുണ്ട് വനിതയും തിരുമേനി എതിരെ വരുന്നു. ആകെ വിഷാദ കലുഷിതമാണ് ആ മുഖമെന്നവന് അകലിൽ നിന്ന് മനസ്സിലായി. ഇത്തവണ മറ്റൊരത്ഭുതം സംഭവിച്ചു. എതിരെ നടന്നു വരുന്നത് കണ്ടപ്പോൾ അകലെ നിന്ന് വനിതയൻ വഴിയൊഴിഞ്ഞു നടക്കാൻ തുടങ്ങി, അവനെ കാണാത്ത മട്ടിൽ. പക്ഷേ തൊട്ടടുത്തെത്തിയപ്പോൾ വനിതയൻ പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്തു. ഒന്നിനെ വീഴ്ത്തി അല്ലേടാ? പക്ഷേ അതുകൊണ്ട് വനിതയൻ നിന്റെ കാലു പിടിക്കാൻ വരുമെന്ന് നീ കരുതേണ്ട. നീ പണ്ട് സഹിച്ചതുപോലെ എല്ലാം എൻ്റെ മക്കളും സഹിച്ചോളും. ഒന്നോർത്തോ നീയ്, എത്ര കളിച്ചാലും അവസാന വിജയം വനിതയനു തന്നെയായിരിക്കും. അയ്യപ്പ ഗുരു പോലും വനിതയനോട് എതിർക്കാൻ വന്നിട്ടില്ല. അപ്പുക്കുട്ടൻ വെറുതെ ചിരിച്ചതേയുള്ളൂ. തിരുമേനി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നെ അങ്ങേക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. സാരല്ല. ഇല്ലം തകർത്തത് അപ്പുക്കുട്ടൻ തന്നെയാണെന്ന് വനിതയൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതെ, ഇവന്റെ ചതിപ്രയോഗം തന്നെ. മനസ്സിലാരോ തീക്കൊള്ളി കൊണ്ട് കുത്തിയതുപോലെ വനിതയന് തോന്നി. ഇവനെ ഇനി വെറുതെ വിട്ടുകൂടാ.
ഇന്നു തന്നെ പൂജ തുടങ്ങണം. ഉണ്ണിയും ഒപ്പമുള്ളതുകൊണ്ട് മുമ്പത്തേക്കാൾ ഇരട്ടി വിജയ സാധ്യതയുണ്ട്. ആ മനസ്സ് അപ്പുക്കുട്ടൻ വായിച്ചറിഞ്ഞു. വെറുതെ അനാവശ്യ ചിന്ത ഉപേക്ഷിക്കൂ തിരുമേനി. എന്നെ തോൽപ്പിക്കാനായി അങ്ങിനി ഒരു പൂജയും ചെയ്യേണ്ടതില്ലെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. കാരണം ഞാൻ ശത്രുവല്ല. അങ്ങനെ കരുതരുത്. രണ്ടുപേരും കൂടി ശത്രുസംഹാര പൂജ നടത്തിയാലും വിജയിക്കില്ല. ഞാൻ അങ്ങയുടെ ശത്രു അല്ലാത്തതുകൊണ്ട് ആ ഉദ്ദേശ്യം എനിക്ക് ബാധിക്കുകയുമില്ല. ഉപാസനാമൂർത്തികളെ വെറുതെ ഉപദ്രവിക്കുന്നത് എന്തിന്? അങ്ങേക്ക് എന്തെങ്കിലും അനിഷ്ടങ്ങൾ ഉണ്ടാവുന്നത് ഞാൻ നിമിത്തമല്ല. ഞാനത് ചെയ്യില്ല. ഇപ്പോഴത്തെ സമയം അങ്ങേക്ക് അനുകൂലമല്ല. ഉപാസനാമൂർത്തികളുടെ വിരോധം വാങ്ങിവെക്കരുത്. ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് അങ്ങേക്ക് ഉപദ്രവമെങ്കിൽ എത്രയും വേഗം ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നുണ്ട്. ദയവായി അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. വൈനതയൻ തിരുമേനിയോട് എല്ലാ ബഹുമാനത്തോടും കൂടിയാണ് അവൻ സംസാരിച്ചത്. അക്ഷോഭ്യനായി നിന്ന് സംസാരിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ മനസ്സു കാണാൻ വൈനതയൻ്റെ കണ്ണിന് കാഴ്ച പോരാ, മനസ്സിന് ധൈര്യവും പോരാ. കുറച്ചു പച്ചമരുന്ന് തേടിയിറങ്ങിയതാണ്. അത് വേണ്ടെന്ന് വെച്ച് വൈനതയൻ തിരിഞ്ഞു നടന്നു കളഞ്ഞു. ഒരു ദേവദൂതൻ വന്നിരിക്കുന്നു. ശത്രുവിൻ്റെ നല്ല വാക്കുകൾ കേട്ടില്ലേ? സ്നേഹിച്ചു കൊല്ലാനുള്ള എളുപ്പവഴി തേടുകയാവും. വേറെ മന്ത്രം പഠിച്ചു കാണും. പക്ഷേ വൈനതയൻ്റെ അടുത്ത് അത് ചെലവാകില്ലെന്ന് തോന്നുന്നുണ്ടാവും. ഏഭ്യൻ. ഒന്ന് നീട്ടിത്തുപ്പി വൈനതയൻ വലിഞ്ഞു നടന്നു. അങ്ങനെ അങ്ങ് തോറ്റുകൊടുക്കാൻ പറ്റില്ല. തൻ്റെ കഴിവ് മുഴുവനും എടുത്ത് എതിർത്തേ പറ്റൂ. ഒരു ജീവൻ മരണ പോരാട്ടം. അവൻ നാട്ടിൽ തിരിച്ചു വന്നത് തന്നെ ചെറുതാക്കാനാണല്ലോ. ആരാണ് ചെറുതാകുന്നതെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇത്രയും കാലമായി താൻ ഉപാസിച്ചു പോന്ന മൂർത്തികൾക്ക് തന്നെ കൈവടിയാനാവില്ല. കാരണവന്മാരെ ഉപേക്ഷിച്ച് അവർ ഉപാസിച്ച ഒരൊറ്റ മൂർത്തിയും പോയിട്ടില്ല. അതുപോലെ തന്നെയും. ആ നിമിഷം വൈനതയൻ അറിയാതെ ഒന്ന് നടുങ്ങി. കാരണവന്മാർ പരമ്പരാഗതമായി കൈമാറിപ്പോന്ന മാന്ത്രിക വിധികളാണോ താനും അനുവർത്തിച്ചത്? അവരെല്ലാം ദൈവികമായ സന്മന്ത്രവാദത്തെയാണ് ഉപാസിച്ചത്. താനോ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ദുർമന്ത്രവാദം പഠിച്ചു. തറവാടിന് നിരക്കാത്തതാണ് താൻ ഇതുവരെ ചെയ്തത്. ഇനിയിപ്പോൾ സന്മന്ത്രവാദത്തിലേക്ക് മടങ്ങാനും കഴിയില്ല. അങ്ങനെ മടങ്ങാൻ തൻ്റെ ഉപാസനാമൂർത്തികൾ സമ്മതിക്കുമോ? അവർ തന്നെ പിച്ചു ചീന്തുകയില്ലേ? തൻ്റെ തലയ്ക്ക് മുകളിൽ അപകടം ഫണം വിടർത്തി നിൽക്കുന്നതിനെക്കുറിച്ച് വൈനതയൻ ആദ്യമായി ചിന്തിച്ചു. തന്നെ തോൽപ്പിക്കാൻ അയ്യപ്പ ഗുരുവിനെ കൊണ്ടേ കഴിയൂ എന്നറിയാം. പക്ഷേ അദ്ദേഹം ഒരിക്കലും അതിനൊരുങ്ങില്ലെന്നുറപ്പുണ്ടായിരുന്നു. ആർക്കും തൻ്റെ സിദ്ധികൾ കൈമാറില്ലെന്നു. പക്ഷേ തൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയിരിക്കുന്നു. ഗുരുവിൽ നിന്നെല്ലാം പഠിച്ചു വരാൻ ഈ ചെറ്റയ്ക്ക് എങ്ങനെ കഴിഞ്ഞു? അവൻ പഠിച്ചതും ഇവിടേക്ക് മടങ്ങി വന്നതും തന്നെ എതിർക്കാനാണെന്ന കാര്യത്തിൽ സംശയമേയില്ല. ശ്രീധരൻ നായരെക്കുറിച്ചും അയാളുടെ കുടുംബത്തെക്കുറിച്ചും വൈനതയൻ അന്നാദ്യമായി ഒരു പുനർവിചിന്തനത്തിനൊരുങ്ങി. ഒന്നാലോചിച്ചാൽ താൻ ആരോടും ചെയ്യാത്ത ക്രൂരത അവരോട് കാണിച്ചിട്ടുണ്ട്. അത്രയും വേണ്ടായിരുന്നു. ചിന്തകൾ ആ വഴിക്ക് ചരിക്കാൻ തുടങ്ങിയപ്പോൾ വൈനതയൻ മനഃപൂർവ്വം അവയെ വഴിമാറ്റി വിട്ടു. ഛേ, താൻ എന്തൊക്കെയാണ് ആലോചിക്കുന്നത്? കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് ഖേദിക്കുന്നത് പാഴൂർ ഇല്ലത്തിലെ വൈനതയന് ചേർന്നതാണോ? വൈകുന്നേരം ദുർഗാക്ഷേത്ര നടയിൽ തൊഴുതു നിൽക്കുമ്പോഴാണ് അപ്പുക്കുട്ടൻ ആ കാഴ്ച കണ്ടത്. പാഴൂർ ഇല്ലത്തിലെ ഇളയ സന്തതി തെന്നി തെന്നി നടന്നു പോകുന്നു. കുട്ടൻ നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന് വ്യക്തം. ആരെയോ പുലഭ്യം പറഞ്ഞുകൊണ്ടാണ് നടത്തം. ഈ കാഴ്ച മിക്കവാറും കാണാറുള്ളതാണ്. കാണുമ്പോഴൊക്കെ മനസ്താപപ്പെടാറുമുണ്ട്. വലിയ പാരമ്പര്യമുള്ള തറവാട്ടിലെ ഇളയ നമ്പൂതിരി ഇவ்விധം അധപ്പതിച്ചു പോയല്ലോ. ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ അറിയാവുന്ന വൈനതയൻ തിരുമേനിക്ക് സ്വന്തം മകനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയതെന്തേ? കുട്ടൻ്റെ ആ അധപ്പതനമറിഞ്ഞ് അപ്പുക്കുട്ടന് വ്യസനം തോന്നി. തൻ്റെ പ്രായക്കാരനാണ്. അവൻ മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ അച്ഛൻ കളഞ്ഞുകുളിച്ച ഇല്ലത്തിൻ്റെ പ്രതാപം പ്രജ്വലിപ്പിക്കാമായിരുന്നു. സുഹൃതക്ഷയം. കുട്ടൻ്റെ
ആ യാത്ര എങ്ങോട്ടാണെന്നും അപ്പുക്കുട്ടൻ അറിയാം. ഗ്രാമത്തിൽ വന്നയുടനെ എല്ലാം തിരക്കി അറിഞ്ഞതാണ്. പടിഞ്ഞാറേ നടയിൽ നിൽക്കുന്ന പാറുക്കുട്ടി വാരിസ്യാരുടെ വീട്ടിലായിരിക്കും കുട്ടൻ ചെന്നു കയറുക. ക്ഷേത്രത്തിലെ മാലക്കെട്ടിനു പുറമെ ഇത്തരമൊരു കുടിൽ വ്യവസായം കൂടി അവർക്കുണ്ടെന്നത് പരസ്യമായൊരു രഹസ്യമാണ്. 35 കഴിഞ്ഞെങ്കിലും ഇന്നും യുവതിയാണ് പാറുക്കുട്ടി വാരിസ്യാർ. കുട്ടന്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പാറുക്കുട്ടി എപ്പോഴും തയ്യാറായിരുന്നു. ഇന്ന് കുട്ടൻ അവിടേക്ക് പോകരുതായിരുന്നു. അപ്പുക്കുട്ടന് അവനെ തടഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. വേഗം അവന്റെ പിന്നാലെ ചെന്നു. കുട്ട, ഇന്ന് അങ്ങോട്ടേക്ക് പോകേണ്ട. ഇരുട്ട് വീഴും മുൻപ് ഇല്ലത്തേക്ക് മടങ്ങിപ്പോകൂ, അല്ലെങ്കിൽ അപകടമാണ്. ഓ, യോഗി വര്യനോ? ഞാൻ എപ്പം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് താനാണോ? നീ നിന്റെ പാട്ടിന് പോടാ കള്ള സന്യാസി. കുട്ടൻ അത് നിഷേധിച്ചു. അപ്പുക്കുട്ടൻ അത് വകവയ്ക്കാതെ പിന്നെയും തടയാൻ നോക്കി. ഒന്നും നടന്നില്ല. അപ്പുക്കുട്ടൻ തിരിഞ്ഞു നടന്നു. ഇതും വിധിയാണ്, അവൻ മന്ത്രിച്ചു.